സ്നേഹമുള്ളവരെ, നാം വെറുക്കുന്ന പല ജോലികളും, നാം മാറ്റിവെക്കുന്ന പല പരിത്യാഗങ്ങളും, നാം വേണ്ട എന്ന് വെക്കുന്ന ആത്മീയ ശുശ്രൂഷകളും ബലിയർപ്പണങ്ങളും എന്തിൻ്റെ കാരണങ്ങളാണെന്നറിയാമോ? ഒരുപക്ഷെ അത് വേദന നിറഞ്ഞതാ. പക്ഷേ എന്നെ വളർത്തുന്നതാണത്, എന്നെ വളർത്താനുള്ളതാണത്. ഈ വേദനയാണ് എന്നെ തലയെടുപ്പോടെ ഈ ഭൂമിയിൽ നിർത്താൻ സഹായിക്കുന്നത്. ഈ ഏദോമ്യരെ തോൽപ്പിച്ചിട്ട് മടങ്ങുമ്പോൾ ഈ ഏദോമ്യരുടെ രാജ്യത്തിൽ ഉണ്ടായിരുന്ന ചില കാശുരൂപങ്ങൾ, അവരുടെ ദൈവങ്ങളുടെ ചില കാശുരൂപങ്ങൾ, കാണാൻ കൊള്ളാവുന്ന തിളക്കമുള്ള നല്ല കാശുരൂപങ്ങൾ, ഒരു 5-6 എണ്ണം എടുത്ത് രാജാവ് പോക്കറ്റിട്ടുണ്ടെങ്കിൽ പോകുന്നു. ഉടനെ ദൈവപുരുഷൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ദൈവപുരുഷൻ ചോദിച്ചു, നിന്റെ പോക്കറ്റിൽ കിടക്കണ എന്നാണ്? അല്ല, അത് ചെറിയ കാശ് കൊണ്ടുപോയി കൊടുക്കുന്നത്. സർവശക്തനായ ദൈവമാണ് നിന്നെ രക്ഷിച്ചത്, അല്ലാതെ ഈ കാശ് രൂപമല്ല. അവരുടെ വിഗ്രഹങ്ങളല്ല നിന്നെ രക്ഷിച്ചത്. തിരികെ കൊണ്ടുപോകും. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഇത്രയും കേട്ടപ്പോൾ ഈ രാജാവ് പറഞ്ഞു, എൻ്റെ മേൽ ഉപദേഷ്ടാവായിട്ട് നിന്നെ ആരാ നിയമിച്ച്? രാജാവിൻ്റെ ഉപദേഷ്ടാവായിട്ട് നിന്നെ ആരാടാ നിയമിച്ച്? മതി, കൂടുതൽ സംസാരം വേണ്ട, അതിന് പണിക്ക് പോക്കണമെന്ന് പറഞ്ഞു. ദൈവപുരുഷൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ഉപദേശം സ്വീകരിക്കാതിരുന്നതിനാൽ നിന്നെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു നിമിഷത്തെ അശ്രദ്ധയാണ്. പ്രിയമുള്ളവർ, ഇതിനു മുൻപ് ഈ മനുഷ്യൻ ദൈവസ്വരം കേട്ടാൽ അതുപോലെ അനുസരിക്കുന്ന രാജാവാ. എന്നാൽ ഈ സമയം 4 പേരുടെ മുൻപിൽ വെച്ച് ദൈവപുരുഷൻ ഇത് ചോദിച്ചതിൽ നാണം കെട്ടിട്ട് ദൈവപുരുഷന്റെ മെക്കിട്ട് കയറിയിട്ട് സ്വന്തം തെറ്റിനെ ന്യായീകരിച്ച ഈ മനുഷ്യന് സംഭവിച്ചതെന്നറിയാമോ? സംഭവിച്ചത്, തിരികെ അദ്ദേഹം തൻ്റെ നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വൈകിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തോന്നൽ, അയൽപക്കത്തൊരു കൊച്ചു നാട്ടുരാജ്യമുണ്ട്. ഈ നാട്ടുരാജ്യത്തെ രാജാവിനെ ഫോൺ വിളിച്ച് പറയുകയാണ്, അതെ, നമുക്കൊന്ന് യുദ്ധം ചെയ്ത് കളിച്ചാൽ, വെറുതെ ഒരു ബലപരീക്ഷണം. അപ്പോൾ ആ രാജാവ് പറഞ്ഞു, കാര്യം ശരിയാ, നീ ഏദോമ്യരെ തോപ്പിച്ചിട്ടൊക്കെയാണ് വന്നത്, പക്ഷേ അടങ്ങി വീട്ടിലിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞു. ചുമ്മാ വന്നേ, ഒരു ചെറിയ ബലപരീക്ഷണം.